ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു AK ഗെയിമേഴ്സ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ CS റാങ്ക് പുഷ് ചെയ്യുന്നത് എല്ലാവരും ബിസിയാണ്. അപ്പോൾ നമ്മൾ CS റാങ്ക് എങ്ങനെ പുഷ് ചെയ്യാം, എങ്ങനെ ഈസി ആയിട്ട് ഹീറോയ്ക്ക് അടിക്കാം എന്നുള്ള ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ CS റാങ്ക് പുഷ് ചെയ്യുന്നതിൽ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കിൽസാണ്. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പാണ് കളിക്കുന്നത് അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ക്യാരക്ടർ സ്കില്ല് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ റഷ് ചെയ്താണ് കളിക്കേണ്ടതെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് റഷിങ്ങിൻ്റെ ക്യാരക്ടർ സ്കിൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാരക്ടർ സ്കില്ല് ഉപയോഗിക്കാം. അല്ലാതെ നിങ്ങൾ റിവൈവ് ചെയ്യാൻ കളിക്കുന്നതാണെങ്കിലും അല്ല സ്നൈപ്പറായിട്ട് കളിക്കുന്നതാണെങ്കിലും ഞാൻ 2 ക്യാരക്ടർ സ്കില്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ നമ്മൾ റൗണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ മാക്സിമം ടീംമേറ്റ്സിൻ്റെ കൂടെ നിന്ന് കളിക്കാൻ നോക്കുക. പിന്നെ ഇപ്പോൾ അപ്ഡേറ്റിന് ശേഷം ഇപ്പോൾ പുതിയൊരു ഡ്രോപ്പ് ഇങ്ങനെ വന്ന് വീഴുമല്ലോ, ആ ഡ്രോപ്പ് എല്ലാവരും മാക്സിമം എടുക്കാൻ നോക്കുക. അതിൽ നിന്ന് 2 ഗ്ലൂ വാളും 300 കോയിൻസൊക്കെ കിട്ടും. അത് നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ ഉപയോഗം വന്നില്ലെങ്കിലും സെക്കൻഡ് റൗണ്ടിലെങ്കിലും നല്ല ഗൺസ് വാങ്ങിക്കാൻ ഉപയോഗം വരും. അപ്പോൾ ആ ഗ്ലൂ വാളും നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ നല്ല ഉപയോഗമായിരിക്കും. അടുത്ത ടിപ്പ്, നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ അറിയാമെന്നുള്ള ഗൺസ് മാത്രം എടുക്കുക. ഇപ്പോൾ ഞാൻ ഈ റൗണ്ടിൽ എനിക്ക് P90 ആണ് നല്ലപോലെ ഉപയോഗിക്കാൻ അറിയാമെന്നുള്ളത്, അതുകൊണ്ട് അങ്ങനെയുള്ള ഗൺസ് മാത്രം എടുക്കുക. അല്ലാതെ നിങ്ങൾ ഹെഡ് ഷോട്ട് അടിക്കാനോ അങ്ങനെയൊന്നും നോക്കണമെന്നില്ല. ഞെക്കിപ്പിടിച്ച് തന്നെ ഇടാം. നമുക്ക് ബൂയയാണ് പ്രധാനം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ടീംമേറ്റ്സിനെ റിവൈവ് ചെയ്യാൻ നോക്കുക. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഇപ്പോൾ നമ്മളെ ടീമിൽ 2 പേരും എനിമിയുടെ ടീമിൽ ഒരാളും ഇല്ലെങ്കിൽ നമുക്കതൊരു കോൺഫിഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മളെ ടീംമേറ്റ്സിനെ റിവൈവ് ചെയ്യാൻ നോക്കുക. എനിക്ക് ഈ റൗണ്ടിൽ റിവൈവ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നിങ്ങൾ കളിക്കുമ്പോൾ മാക്സിമം പെർമനൻറ്റ് കവർ എടുത്ത് കളിക്കുക. ഗ്ലൂ വാൾ ഇപ്പോൾ അപ്ഡേറ്റിന് ശേഷം ഗ്ലൂ വാൾ പൊട്ടിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് മാക്സിമം പെർമനൻറ്റ് കവർ എടുത്ത് കളിക്കുക. പിന്നെ സോണ് മാക്സിമം സോണ് വരുന്നതിന് മുമ്പേ കാണിക്കുമല്ലോ, അപ്പോൾ സോണ് പിടിച്ച് കളിക്കാൻ നോക്കുക. പിന്നെ ഈ CS-ൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഗ്രനേഡ് ആരും ഉപയോഗിക്കാറില്ല. CS-ൽ ഗ്രനേഡ് വലിയൊരു ഉപയോഗമുള്ള ഒരു സാധനമാണ്. നിങ്ങളത് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ റൗണ്ടിൽ തന്നെ ഞാൻ വെറുതെ എറിഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങളെ കയ്യിൽ വെച്ചിരുന്നിട്ടും ചിലവർ എറിയാതെ വെച്ചിരിക്കുന്നവരുണ്ടെങ്കിലും നിങ്ങൾക്ക് എറിയാൻ അറിയില്ലെങ്കിലും വെറുതെ എറിഞ്ഞു നോക്കുക. ചിലപ്പോൾ ഗ്രനേഡിൽ 1-2 നോക്കൊക്കെ വീഴും. അത് മതിയായിരിക്കും ചിലപ്പോൾ ആ കളിയോ ആ റൗണ്ടോ ജയിക്കാനായിട്ട്. ഈ ഒരു റൗണ്ടിൽ നമ്മൾ ഗ്രനേഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ജയിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ ടീമിലെ ആർക്കും ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാനോ റഷ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഗ്രനേഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രനേഡ് തന്നെ വേണമെന്നില്ല, ഫ്ലാഷ് ഫ്രീസോ ഡ്രാഗൺ ഫ്രീസോ എന്തായാലും കണ്ണി കിട്ടണത് വാരി എറിയാൻ നോക്കുക. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഗ്ലൂ വാൾ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. ചിലർ ഗ്ലൂ വാൾ കയ്യിൽ വച്ചിരുന്നിട്ടും അത് ഉപയോഗിക്കാനുള്ളൊരു മടി കൊണ്ടോ അല്ലെങ്കിൽ അത് തീർന്നു പോകുമെന്നുള്ളൊരു ചിന്ത കൊണ്ടോ ചിലപ്പോൾ ആ കളി തന്നെ തോറ്റു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കയ്യിലിരിക്കുന്ന ഗ്ലൂ വാൾ മാക്സിമം ഉപയോഗിക്കുക. ഗ്ലൂ വാൾ പോയാൽ ചിലപ്പോൾ വേറെ നമുക്ക് എനിമിയുടെ ലൂട്ട് ബോക്സിൽ നിന്ന് കിട്ടും. പക്ഷേ നമ്മൾ ഗ്ലൂ വാൾ ഉപയോഗിക്കാതിരുന്നാൽ ആ കളി പിന്നീട് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഗ്ലൂ വാൾ മാക്സിമം ഉപയോഗിക്കുക. ഇപ്പോൾ ഇത്രയും ടിപ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ഇതൊക്കെ നിങ്ങൾ കളികളിൽ മാക്സിമം ഉപയോഗിക്കുക, ബൂയ വാരി കൂട്ടുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ.